കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ മൂന്നാം സർഗത്തിലെ യുദ്ധകാന്ഡം മൂന്നാം സർഗത്തിൽ നമ്മൾ 11ാമത്തെ ശ്ലോകത്തിൽ അത് നമ്മളെ നല്ല ശ്ലോകമല്ലേ നിർത്തിയതല്ലേ. സഹൃദേവ പ്രപന്നായ തവാസ്മീതി യാചത്തെ അഭയം സർവഭൂതേഭ്യോ തവാസ്മീതി ച യാചത്തെ, അല്ലെങ്കിൽ വാദിനെ അഭയം സർവഭൂതേഭ്യോ ദാമ്യേതത് വ്രതം മമ. എൻ്റെ വ്രതമാണ് അഭയം പ്രാപിച്ചവരെ രക്ഷിക്കുക എന്നുള്ളത്, അഭയം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ അഭയം പ്രാപിച്ച വിഭീഷണനെ അവഗണിക്കുന്ന പ്രശ്നമില്ല എന്ന്, അതായത് അഭയം കൊടുക്കാതിരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു അല്ലേ. 12. രാമസ്യ വചനം ശ്രുത്വാ സുഗ്രീവോ ഹൃഷ്ടമാനസഃ വിഭീഷണമഥാനായ ദർശയാമാസ രാഘവം. രാമൻ്റെ വചനം വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട് ഹൃഷ്ടമാനസ സുഗ്രീവ, സന്തോഷത്തോട് നിറഞ്ഞ മനസ്സോടുകൂടിയ സുഗ്രീവൻ, അതിനുശേഷം വിഭീഷണനെ ആനായ്യ കൂട്ടിക്കൊണ്ടുവന്നിട്ട് രാഘവം ദർശയാമാസ, രാവനെ കാട്ടിക്കൊടുത്തു, അതായത് അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ആശ്രിതന്മാരെ ഒന്നും ഒരിക്കലും രക്ഷിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ ആശ്രിതന്മാരാരായാലും അവർ രക്ഷിക്കും എന്നുള്ള ഭഗവാന്റെ ദൃഢനിശ്ചയത്തിനെ കാണിക്കുന്ന ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും പറയാച്ച സുഗ്രീവന് സന്തോഷമായി. സുഗ്രീവനും ആശ്രയിച്ചുല്ലോ. സുഗ്രീവന് സന്തോഷമായിട്ട് വേഗം പോയി വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്ന് രാമനെ കാട്ടിക്കൊടുത്തു. രാമസ്യ വചനം ശ്രുത്വാ സുഗ്രീവോ ഹൃഷ്ടമാനസ വിഭീഷണമഥാനായ്യ ദർശയാമാസ രാഘവം. ഇനി 13ഉം 14ഉം 2 ശ്ലോകം കേട്ടോ. വിഭീഷണസ്തു സാഷ്ടാംഗം പ്രണപത്യ രഘൂത്തമം ഹർഷഗദ്ഗദയാ വാചാ ഭക്ത്യാ ച പരയന്വിതഃ രാമം ശ്യാമം വിശാലാക്ഷം പ്രസന്നമുഖപങ്കജം ധനുർബാണധരം ശാന്തം ലക്ഷ്മണേന സമന്വിതം. ഒരു വരിയും കൂടി കേട്ടോ. കൃതാഞ്ജലിപുടോ ഭൂത്വാ സ്തോതും സമുപചക്രമേ. എന്താ അറിയോ, വിഭീഷണ ഹത്തു അടുത്തേക്ക് കൊണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വിഭീഷണൻ രഘുത്തമം ശ്രീരാമനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഹർഷഗദ്ഗതയാ വാച, അതായത് സന്തോഷം കൊണ്ടും ഭക്തി കൊണ്ടും ഇടറിയ കണ്ഠത്തോടെ, അല്ലെങ്കിൽ ഇടറിയ വാക്ക്, പരയാ ഭക്തിയാച്ച ഭക്തിയോടുകൂടി, ഭക്തിയോടുകൂടിയവനും കൃതാഞ്ജലിപുടാ ഭൂത്വ, അതായത് കൈകൂപ്പി നിന്നുകൊണ്ട് പ്രസന്നമുഖ പങ്കജം, ആ നല്ല പ്രസന്നമായ മുഖത്തോടു കൂടിയിരിക്കുന്നവനും ധനുർബാണധരം വില്ലും പമ്പും ധരിച്ചിരിക്കുന്നവനും ശാന്തനും ലക്ഷ്മണേന സമന്വിത, ലക്ഷ്മണനോട് കൂടിയവനും വിശാലാക്ഷം വളരെ വലിയ നേത്രങ്ങളോട് കൂടിയവനും ശ്യാമം രാമം ശ്യാമളവർണ്ണത്തോടു കൂടിയ രാമനെ സ്തുതിക്കാനായിക്കൊണ്ട് സമുപചക്രമേ, സ്തുതിക്കാൻ ഭാവിച്ചു. വേറൊന്നും പറയുന്നതിന് മുമ്പ് സ്തുതിക്കുകയാണ്. നോക്കൂ, വിഭീഷണൻ്റെ ഒരു സംസ്കാരമല്ലേ. വിഭീഷണൻ ശ്രീരാമൻ്റെ അടുത്ത് വന്നപ്പോൾ വേഗം സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ. എന്നിട്ട് നല്ല വിശാലമായ നേത്രങ്ങളും നല്ല അനുഗ്രഹം ഇങ്ങനെ അതൊന്ന് ഒഴുകുന്നുണ്ട തോന്നും, അങ്ങനത്തെ മുഖപങ്കജവും കൈകളിൽ അമ്പും വില്ലും ധരിച്ച് എന്നാലും നല്ല ശാന്തനും ലക്ഷ്മണ സമേതനുമായിരിക്കുന്ന ശ്യാമളവർണ്ണനും ആയിട്ടുള്ള രാമനെ നോക്കി കൈകൾ രണ്ടും ശിരസ്സിൽ വെച്ചിട്ട് കൂപ്പിയിട്ട് സന്തോഷം കൊണ്ട് ഇടറിയ ശബ്ദത്തോടും അനന്യഭക്തിയോടും കൂടി സ്തുതിക്കാൻ തുടങ്ങി. അത്രേ പറയുള്ളൂ. ഈ സ്തുതി വരാൻ പോവാണ് അടുത്തേല്. വിഭീഷണസ്തു സാഷ്ടാംഗം പ്രണപത്യ രഘുത്തമം ഹർഷഗദ്ഗദയാ വാചാ ഭക്ത്യാ ച പരയാന്വിതഃ രാമം ശ്യാമം വിശാലാക്ഷം
കൃതാഞ്ജലിപുടോ ഭൂത്വാ സ്തോതും സമുപചക്രമേ. സ്തുതിക്കാൻ തുടങ്ങിയെന്ന്. ഇനി നമുക്ക് 15 ഒന്നിച്ചാണത്, ഒന്നിച്ച് വേണമെന്നൊന്നുമില്ല, 15 തൊട്ട് 20 വരെ നോക്കാം. നമസ്തേ രാമരാജേന്ദ്ര, നമ സീതാ മനോരമ, നമസ്തേ ചണ്ഡകോദണ്ഡ, നമസ്തേ ഭക്തവത്സല. എല്ലാം ഓരോ ഭഗവാന്റെ പേര് പറഞ്ഞ് നമസ്കരിക്കുന്നതാണ്. അർത്ഥമൊന്നും പറയാനില്ലല്ലോ. രാമ, രാജേന്ദ്ര, സീതാമനോരമ, ചണ്ഡകോദണ്ഡ, അതായത് വില്ലമ്പൊക്കെ ധരിച്ച വില്ലും അമ്പും പിടിച്ച ആളാണല്ലോ. ഭക്തവത്സല, അങ്ങയ്ക്ക് നമസ്കാരം. അതാണ് 15. നമസ്തേ രാമരാജേന്ദ്ര, നമ സീതാമനോരമ, നമസ്തേ ചണ്ഡകോദണ്ഡ, നമസ്തേ ഭക്തവത്സല. ഇനി നമോനന്ദായ ശാന്തായ രാമായ അമിത തേജസേ സുഗ്രീവമിത്രായ ച തേ രഘൂണാം പതയേ നമ. നമ അനന്തായ നമ, ശാന്തായ നമ, ശാന്തനാണ് പറഞ്ഞുല്ലോ. രാമായ അമിത തേജസ്സേ, അമിത തേജസ്സോടു കൂടിയ രാമൻ നമസ്കാരം. സുഗ്രീവമിത്രായ, സുഗ്രീവൻ്റെ മിത്രമായ രാമനെ നമസ്കരിക്കണു. രഘൂണാം പതയേ നമ, രഘു എല്ലാ രഘുക്കളുടെയും, അതായത് അവരുടെ എല്ലാം, ശരിക്കും പറയാച്ചാൽ രാജാവാണല്ലോ ദശരഥൻ്റെ, അല്ല അയോധ്യയിലത്തെ, അങ്ങനത്തെ രാജാവിന് രഘൂണാം പതയച്ച രഘുക്കളുടെ മുഴുവൻ പതിച്ച നാഥൻ, രാജാവായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. നമോ 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 അനന്തായ എന്ന് കേട്ടോ. നമോ അനന്തായ ശാന്തായ രാമായ അമിത തേജസേ, അമിത തേജസ്സോടു കൂടിയതാണല്ലോ. പിന്നെയോ സുഗ്രീവമിത്രായ ചതേ രഘൂണാം പതയേ നമ. ഇനി ജഗതുൽപ്പത്തിനാശാനാം കാരണായ മഹാത്മനെ ത്രൈലോക്യഗുരവേ അനാദിഗൃഹസ്ഥായ നമോ നമ. എന്താണ്? ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ മഹാത്മാവായിട്ടുള്ള രാമന് നമസ്കാരം. പിന്നെയോ ത്രൈലോക്യ ഗുരവേ, ത്രൈലോകത്തിൻ്റെയും ഗുരുവായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെ അനാദിഗൃഹസ്ഥായ നമോ നമ. അതായത് പിന്നെ അനാദിഗൃഹസ്ഥായ, അതായത് സൃഷ്ടിക്ക് മുമ്പെന്നെ ഗൃഹസ്ഥനായതാ, അതായത് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടി കഴിഞ്ഞാലും സംഹാരത്തിന് ശേഷവും ഒക്കെയുള്ള ആളാണല്ലോ ഭഗവാൻ. അതുകൊണ്ടാണ് അനാദിഗൃഹസ്ഥായ എന്ന് പറഞ്ഞെന്താ വെച്ചാൽ സൃഷ്ടിക്ക് മുമ്പെന്നെ ഗൃഹസ്ഥനായിട്ടുള്ള, പിന്നെ എന്തായാലും ഗൃഹസ്ഥനാണ് ഈ ലോകമാവുന്ന ഗൃഹത്തിൻ്റെ, അല്ലേ? സംഹാരം കഴിഞ്ഞാൽ അപ്പോഴും ഗൃഹസ്ഥനാണ്. അങ്ങനെയുള്ള ആളെയാണ് പറയണത്. എന്തായാലും അതൊക്കെ ഓരോ ഇതാണ് കേട്ടോ. സൃഷ്ടി സംഹാരങ്ങൾ കാരണമായിട്ടുള്ള മഹാത്മാവായെങ്കിൽ നമസ്കാരം. ത്രൈലോക്യ ഗുരുവിന് നമസ്കാരം. ആദിഗൃഹസ്ഥന് നമസ്കാരം. ത്വാമാദിർജഗതാം രാമ ത്വമേവ സ്ഥിതി കാരണം. അതെ, ത്വമേവ സ്ഥിതി കാരണം. ത്വമന്തേ നിധനസ്ഥാനം സ്വേച്ഛാചാരസ്ത്വമേവ ഹി. എന്താണ് പിന്നെ പറയണ വെച്ചാൽ അനാദിഗൃഹസ്ഥായ കഴിഞ്ഞു, അല്ലേ? പിന്നെന്താണ്? ത്വമാദിർജഗതാം, ആദി, അതായത് ഈ ജഗത്തിൻ്റെ മുമ്പെന്നെ ഉണ്ടല്ലോ ഭഗവാനെ. ത്വമേവ സ്ഥിതി കാരണം, അതായത് ഉൽപ്പത്തി, സൃഷ്ടി, പിന്നെ സ്ഥിതി, അല്ലേ? അതും ഭഗവാൻ തന്നെ. ത്വമന്തേ, സംഹാരം, ഒക്കെ ഒന്ന് തന്നെ പിന്നെയും പറയണേ. നിധനസ്ഥാനം, അതായത് മരണത്തിൻ്റെ സ്ഥാനമാണ്. അതായത് ത്വമന്തേ, അതായത് സൃഷ്ടിക്ക് മുമ്പുള്ള ആളാണ്, അതുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിക്കണു. അത് കഴിഞ്ഞ് സൃഷ്ടിച്ച് കഴിയാനൊക്കെ സ്ഥിതി പരിപാലനം ചെയ്യണു. അത് കഴിഞ്ഞ് അവസാനം എന്ത്? മരണരൂപത്തിൽ സംഹാരരൂപിയായിട്ട് വരുന്നു, അല്ലേ? സ്വേച്ഛാചാര മീൻസ് ഇഷ്ടം പോലെ, അതായത് ഭഗവാന് സമയമായാൽ സൃഷ്ടി നടത്തും, സ്ഥിതി, പിന്നെ സമയമായ സംഹരിക്കും, പിന്നെയും സൃഷ്ടി സംഹാരം, സ്വേച്ഛയ അവനവൻ്റെ ഇഷ്ടം പോലെ. പിന്നെയോ ത്വാമാദിർജഗതാം രാമ ത്വമേവ സ്ഥിതി കാരണം ത്വമന്തേ നിധനസ്ഥാനം സ്വേച്ഛാചാരസ്ത്വമേവ ഹി. പിന്നെ ചരാചരാണാം ഭൂതാനാം ബഹിരന്തശ്ചരാഘവ, അല്ലേ? എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും ഒരുപോലെ പ്രകാശിക്കുന്ന ഹേ രാഘവ, അങ്ങയ്ക്ക് നമസ്കാരം. അതായത് എല്ലാവരുടെയും അന്തര്യാമിയാണ്, സർവവ്യാപിയാണ്, എല്ലാ ദിക്കിലും ഉണ്ടേനും, അപ്പോൾ ഉള്ളിലും പുറത്തും, അല്ലേ? വ്യാപകരൂപേണ. വ്യാപകരൂപേണ വെച്ചാൽ വ്യാപിക്കപ്പെടുവാൻ
യോഗ്യമായതും എന്നാലോ വ്യാപിക്കാൻ പറ്റുന്നതുമാണ്, വ്യാപിക്കുന്ന ശക്തിയാണ്. അങ്ങനെയാണ്. വ്യാപിക്കാൻ പറ്റുന്ന ശക്തിയാണ്, വ്യാപിച്ച ശക്തിയാണ്. അതാണ് വ്യാപകരൂപേണ ഭവാൻ ഭാതി ജഗന്മയ. അങ്ങനെ ഈ ലോകത്തിൽ പ്രകാശിക്കുന്നു എന്ന്, അതായത് ഭഗവാൻ അങ്ങ് ശോഭിക്കുന്നു. ജഗന്മയ അതായത് ലോകസ്വരൂപനായിട്ട്, ഭഗവാൻ ലോകസ്വരൂപനായിട്ട്, അല്ലേ, വിശ്വാകാരമായിട്ട് നമ്മൾ പറയൂലേ എപ്പോഴും, അങ്ങനെ ശോഭിക്കുന്നു. ചരാചരാണാം ഭൂതാനാം ബഹിരന്തശ്ചരാഘവ വാപ്യവ്യാപകരൂപേണ ഭവാൻ ഭാതി ജഗന്മയ ത്വന്മായയാ ഹൃതജ്ഞാന നഷ്ടാത്മാനോ വിചേതസ ഗതാഗതം പ്രപദ്യന്തേ പാപപുണ്യവശാൽ സദാ. ഇനി എന്താ പറഞ്ഞു വെച്ചാൽ, ത്വന്മായ അങ്ങയുടെ മായാൽ ഹൃതജ്ഞാന അതായത് അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ നഷ്ടാത്മാന ആത്മാവിനെ അറിയാതെ, അതായത് ആത്മവിസ്മൃതി അജ്ഞാനം കൊണ്ടാണല്ലോ അത്, വിചേതസ വിചാരശക്തി ഇല്ലാത്തവരായിട്ട് പാപപുണ്യവശാൽ പാപപുണ്യങ്ങളാൽ ബന്ധിതരായിട്ട്, അതായത് കർമ്മബന്ധനം കൊണ്ടേ ഗതാഗത ഈ പോക്ക് വരവ് വെച്ചാൽ എന്താ, ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിച്ചിലിനെയാണ് പോക്ക് വരവ് പറയുന്നത്. പ്രപദ്യന്തയെ പ്രാപിക്കുന്നു. അപ്പം ഇതിൻ്റെ ഈ 5 ശ്ലോകത്തിൻ്റെ ഒന്നിച്ച് പറയാച്ചാൽ, ആദ്യം തൊട്ട് ഇങ്ങനെ പറയാ, ഹേ രാമ, പിന്നെ എന്താണ് രാജേന്ദ്ര, അല്ലേ, പിന്നെ സീതാമനോരമ, ചണ്ഡകോദണ്ഡ, അതായത് അമ്പും വില്ലും ധരിച്ചാണല്ലോ, കോദണ്ഡം കയ്യിൽ ധരിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഭക്തന്മാരിൽ വാത്സല്യമുള്ള ഭക്തവത്സലൻ, ഭക്തന്മാരിൽ അങ്ങേയറ്റം വാത്സല്യമുള്ള അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെ അനന്തനും അപരിച്ഛിന്നനും ശാന്തനും പരാക്രമശാലിയുമായ അങ്ങയ്ക്ക് നമസ്കാരം. സുഗ്രീവമിത്രമായ അങ്ങയ്ക്ക് നമസ്കാരം. രഘുപതിക്ക് നമസ്കാരം. ലോകങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന മഹാത്മാവിനായിക്കൊണ്ട് നമസ്കാരം. 3 ലോകങ്ങളുടെയും ഗുരുവിനായി നമസ്കാരം. കാലശക്തിയുടെ, അതായത് കാലശക്തി ഉണരുന്നതിന് മുമ്പ് തന്നെ സകല ലോകങ്ങളെയും അവനവനിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന മഹാകുടുംബി, അതാണല്ലോ പറഞ്ഞത്, അനാദിഗൃഹസ്ഥൻ എന്ന് പറഞ്ഞുവല്ലോ. അതായത് കാലശക്തി ഭഗവാനെ ഉണർത്തുന്നതിന് മുമ്പേ ഭഗവാന്റെ ഉള്ളിൽ എല്ലാ ലോകമുണ്ട്. അങ്ങനത്തെ കുടുംബിയായിരിക്കുന്ന ഗൃഹസ്ഥനായിട്ട് എനിക്ക് നമസ്കാരം. ലോകങ്ങളുടെ കാരണവും ലോകങ്ങളെ ഉൽപ്പത്തിയും പരിപാലനവും സംഹാരവും നിന്തിരുപടി തന്നെയാണ്. പിന്നെ സ്വേച്ഛ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് സൃഷ്ടിയാദി ലീലകളെ നടത്തുന്ന സ്വതന്ത്രനായ അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെയോ ചരാചരങ്ങളായിട്ടുള്ള എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ വർത്തിക്കുന്ന ഈ ലോകം കാണപ്പെടാൻ യോഗ്യമായ, അതായത് വിരാട് സ്വരൂപം എടുത്തിട്ട് വിശ്വാകാരനായി നിൽക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. പിന്നെ എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ശക്തിയും അങ്ങ് തന്നെ. ആ നിന്തിരുവടിയുടെ തന്നെ യോഗമായ ഉണ്ടാക്കുന്ന അജ്ഞാനത്താൽ ആത്മവിസ്മൃതി വന്നിട്ട് അറിവില്ലാത്തവരെ അങ്ങയുടെ മഹത്വം അറിയാതെ പുണ്യപാപകർമ്മ ഫലങ്ങളെ അനുഭവിക്കാനായിട്ട് പിന്നെയും ഈ ജനന മരണ ചക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് എന്നിട്ട് അജ്ഞാനം കൊണ്ട് അവർക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കണില്ല. അതാണ് അതുവരെയാണ് അതിൽ പറഞ്ഞത് കേട്ടോ. നമസ്തേ രാമരാജേന്ദ്ര, അത് വായിച്ചുല്ലോ ഞാൻ, എല്ലാം 2 പ്രാവശ്യം വായിച്ചു, അപ്പോൾ അത് വേണ്ട. ഇനി 21. താവൽ സത്യം ജഗദ്ഭാതി ശുക്തികാരജതം യഥാ യാവന്ന ജ്ഞായതേ ജ്ഞാനചേതസാ നാന്യഗാമിനാച്ചാൽ അന്യവിഷയത്തിൽ ശ്രദ്ധയില്ലാതെ പ്രവേശിക്കാതിരിക്കുന്ന എന്ന് പറയാം. ജ്ഞാനചേതസ നിർമ്മല ചിത്തത്താൽ, അതായത് വേറൊന്നിനെ പറ്റിയും ആലോചിക്കാത്ത പരിശുദ്ധമായ ചിത്തത്താൽ ഭവാൻ നിന്തിരുവടി യാവത് ന ജ്ഞായതേ ഏതുവരെ അറിയപ്പെടാതിരിക്കുന്നുവോ താവത് അതുവരെ ശുക്തികാരജതം യഥ, അതായത് മുത്തിൻ്റെ ഉള്ളിൽ വെള്ളി, അതായത് ഒരു കഷ്ണം, ഒരു മുത്തിൻ്റെ ഉള്ളിലൊരു വെള്ളത്തുള്ളി പോകുമ്പോൾ
മുത്തിൻ്റെ ഉള്ളിലത്തെ വെള്ളി എന്ന പോലെ ജഗത്ത് ലോകം സത്യം ഭാതി സത്യമായിട്ട് തോന്നുന്നു. വലിയൊരു തത്വം ഇവിടെ പറയണം. എന്താ അറിയോ, ഈ കാണുന്ന നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം ഭഗവാന്റെ സ്ഥൂല ശരീരമാണെന്നാണല്ലോ പറയുക, അല്ലേ? വിരാട് പുരുഷൻ, അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ അത് പല പ്രാവശ്യം ഭാഗവതത്തിലൊക്കെ. അതായത് ഈ മലകളൊക്കെ ഭഗവാന്റെ എല്ലുകളാണ്, മേഘങ്ങൾ തലമുടിയാണ്, അല്ലേ? വൃക്ഷങ്ങൾ ഭഗവാന്റെ രോമാണ്, ഭഗവാന്റെ നാഡികളൊക്കെ പിന്നെ എല്ലാ നാഡികളും പുഴകളാണ്, വയറ് സമുദ്രമാണ്. അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ വിരാട് സ്വരൂപമായിട്ട് നമ്മൾ ഭഗവാനെ കാണുമ്പോൾ, അതായത് ഈ വിശ്വത്തിനെ വിരാട് സ്വരൂപമായ ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് ഈ വിശ്വം, അല്ലെങ്കിൽ ഭഗവാൻ വിശ്വാകാരായി നിൽക്കുകയാണല്ലോ പറഞ്ഞത്. എന്നാൽ ഈ ജഗത്തിനെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എന്താണ് ഈ വിശ്വം എന്ന് മനസ്സിലായെന്നാ ഭഗവാനെ അറിയണമല്ലോ. ഭഗവാൻ തന്നെ വിശ്വാകാരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ വിശ്വത്തിനെ അറിഞ്ഞവർക്ക് ഭഗവാനെ അറിയണമല്ലോ. അങ്ങനെയായാൽ ജനനവും മരണവും പിന്നെ നമുക്ക് ഉണ്ടാവാൻ വഴിയില്ല, കാരണം അറിയാം ചാല, അല്ലേ? പക്ഷേ എന്താ പറയണ ഇതിലെ ചാല? ശരിയാണ്, ഭഗവാൻ തന്നെയാണ് ഈ പിന്നെ എന്താണ് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനം. ഭഗവാൻ തന്നെ ആധാരം, സത്യം തന്നെയാണ്. പക്ഷേ ആ ഭഗവാനെ മറച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമ്മളെ ഈ മായ ഭഗവാന്റെ ശക്തിയെ മറച്ചിട്ട് അതിൻ്റെ മീതെ ഇല്ലാത്തൊന്നിനെ നമുക്കുണ്ടെന്ന് തോന്നിക്കുകയാണ്. അതാണ്. അപ്പോൾ ഇതാണ് ഭഗവാനാണ് എല്ലാം, അല്ലാതെ ഇവിടെ വേറൊന്നുമില്ല എന്നറിയുന്നത് വരെ നമുക്ക് ഈ ജഗത്ത് വേറെയാണ്, സത്യമാണെന്ന് തോന്നും. അതായത് അന്യവിഷയത്തിൽ പ്രവേശിക്കാതെ വളരെ ചിത്തശുദ്ധി കൊണ്ട് മാത്രമേ അങ്ങയെ ചിത്തശുദ്ധി ഇല്ലാത്തവർക്ക് അങ്ങേ അറിയാതിരിക്കുന്ന കാലത്ത് ഈ ജഗത്ത് സത്യം തോന്നും. അതാണ് ശരിക്കും നല്ല ചിത്തം ശുദ്ധമായിട്ട് ജ്ഞാനം പ്രകാശിക്കുന്നവരെ, അതായത് ഞാൻ ആത്മാവ് തന്നെയാണ്, ആ ആത്മാവല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന് തെളിഞ്ഞ ചിത്തത്തിൽ ആ അറിവ് പ്രകാശിക്കുന്നത് വരെ ഈ ജഗത്ത് സത്യമാണെന്ന് തോന്നും. അപ്പം ചിത്തത്തിൻ്റെ ചാഞ്ചല്യം കൊണ്ടാണ് ജഗത്ത് സത്യമാണെന്ന് തോന്നാൻ കാരണം. ഇപ്പോൾ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു മുത്തുച്ചിപ്പി നമ്മൾ എടുത്തിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് അറിയാത്ത ആൾ അതിന് വെള്ളിയാണെന്ന് വിചാരിക്കാം, അല്ലേ? വെള്ളി അറിയില്ല, വെള്ളിയുടെ കളറാണല്ലോ മുത്തുച്ചിപ്പിക്ക്. അപ്പം മുത്തുച്ചിപ്പി കണ്ടത് വെള്ളിയാണെന്ന അജ്ഞാനികൾക്ക് അങ്ങനെ തോന്നും, അതായത് വെള്ളി ശരിക്കും അറിയില്ല എന്നുള്ളവർക്ക്. പക്ഷേ മുത്തുച്ചിപ്പിയാണെന്ന് മനസ്സിലാക്കി അത് വെള്ളിയല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളിയാണെന്നുള്ള തോന്നലുണ്ടാവില്ല. അതിപ്പോൾ ഈ പാമ്പിൻ്റെയും സെയിം ഉദാഹരണം തന്നെയാണ്. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് പാമ്പന്നെ തോന്നും, പേടിയുണ്ടാവും. വിളക്ക് കൊണ്ടുവന്ന് കുറച്ച് വെളിച്ചം കുറവാണ്, ഒരു കയറ് കിടക്കണായിട്ട് പാമ്പാന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പാമ്പന്നെ തോന്നും. അതാ അജ്ഞാനം കൊണ്ടാണ്, അത് കയറാണെന്ന് അറിയാഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഒരു ടോർച്ച് കൊണ്ടുവന്ന് അടിച്ച് അത് കയറാണെന്ന് ബോധ്യമായി പിന്നെ പാമ്പ തോന്നില്ല. വേറൊരു ഉദാഹരണമാണ് മുത്തുച്ചിപ്പി കണ്ട് മുത്തുച്ചിപ്പി അറിയാത്ത ഒരാൾക്ക് വെള്ളിയാണെന്ന് വിചാരിക്കാം. പക്ഷേ അത് വെള്ളിയല്ല മുത്തുച്ചിപ്പിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തെറ്റിദ്ധാരണ ഇല്ലല്ലോ. അപ്പോൾ വെള്ളിയാന്നുള്ളത് നമ്മൾ ആ മുത്തുച്ചിപ്പി എന്നുള്ള സത്യത്തിൻ്റെ മീതെ ആരോപിച്ചതാണ് നമ്മൾ. മായ അങ്ങനെയാണ്, സത്യമായതിനെ ആവരണം ചെയ്ത് വേറൊന്ന് ആ സ്ഥാനത്ത് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളെന്താ ചെയ്തത്? മുത്തുച്ചിപ്പിയാണെന്നുള്ള ആ അറിവിനെ മറച്ച് അല്ല ഇത് വെള്ളിയാണെന്ന്, അല്ലെങ്കിൽ കയറാണെന്ന സത്യത്തെ മറച്ച് പാമ്പാണെന്ന് ആരോപിക്കുകയാണ്. അതുപോലെയാണെന്ന്. അപ്പോൾ അതായത് ആ അധിഷ്ഠാനത്തിനെ അറിഞ്ഞാൽ ആ ആരോപം നശിക്കും. അതുപോലെയാണ് ഈശ്വരൻ എല്ലാറ്റിൻ്റെയും അധിഷ്ഠാനമാണ്. അപ്പം ഈശ്വരനെ അറിഞ്ഞാൽ ഈ ജഗത്ത് സത്യമല്ല മനസ്സിലാവും. അപ്പം വിചാരശക്തി കൊണ്ട്
ശുദ്ധ മനസ്സിൽ ഈശ്വരനെ അറിയുമ്പോൾ അതുവരെ സത്യമാണെന്ന് നമുക്ക് തോന്നിയിരുന്ന ഈ ലോകം ഇല്ലാത്തതാണെന്നുള്ള അറിവുണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ അത് വായിച്ച് 22 പോവാം. താവൽ സത്യം ജഗദ്ഭാതി ശുക്തികാരജതം യഥാ യാവന്ന ജ്ഞായതേ ജ്ഞാനചേതസ നാന്യഗാമിന. അതായത് വേറൊരു ചിന്ത ഇല്ലാതെ ഭഗവാനെ തന്നെ ചിന്തിച്ച് ചിത്തം ശുദ്ധമായിട്ടുള്ളാലേ ഈ ജ്ഞാനം ഉദിക്കുള്ളൂ. ത്വദജ്ഞാനാൽ സദായുക്താഃ പുത്രദാരഗൃഹാദിഷു രമന്തേ വിഷയാൻ സർവാനന്ദേ ദുഃഖപ്രദാൻ വിഭോ. ഒരു അത്ര തന്നെയുള്ളൂ. അതെ, ത്വദജ്ഞാനാതി, അതായത് ഭഗവാനെ വേണ്ട പോലെ അറിയാത്തത് കൊണ്ട് പുത്രദാരഗൃഹാദിഷു, അതായത് പുത്രന്മാരും ഭാര്യയും പിന്നെ ഗൃഹത്തിലും സദായുക്ത, എപ്പോഴും അത് സ്വന്തമാണെന്ന് വിചാരിച്ചിട്ട്, വിഭോ ഹേ പ്രഭോ, അത് സത്യമാണെന്ന് വിചാരിച്ചിട്ട്, അന്തേ അവസാനത്തിൽ ദുഃഖപ്രധാൻ, ഒന്നുകിൽ നമ്മൾ അവരെ വിട്ടു പോവുക അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടു പോകുന്നൊരു ദുഃഖത്തിൽ മുഴുകിയിട്ട് സർവാൻ വിഷയാൻ, സകല വിഷയങ്ങളെ രമന്തേ, നമ്മൾ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകണു. നമ്മളൊക്കെ ചെയ്യണത് തന്നെ എന്താ അറിയോ, ഭഗവത് തത്വം അറിയാഞ്ഞിട്ടാണ് നമ്മൾ സംസാരത്തിൽ പ്രവേശിക്കണത് പിന്നെയും. അതായത് എങ്ങും പരമാത്മസ്വരൂപമായിട്ട് നിറഞ്ഞിരിക്കുന്ന മഹാപ്രഭോ അങ്ങയുടെ ഈ തത്വത്തെ അറിയായിക കൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരെ, പുത്രന്മാരെ, ഭാര്യ, ഗൃഹം മുതലായൊക്കെ സത്യവും നിത്യമാണെന്ന് വിചാരിച്ച് സുഖം നൽകുന്നവയാണെന്ന് വിശ്വസിച്ച് ദേഹാഭിമാനത്തോടുകൂടി അവിവേകികളായിട്ടുള്ള സാധാരണക്കാരുടെ ഒടുവിൽ എന്താ, അവരൊക്കെ ആയിട്ടുള്ള വിയോഗം കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കുന്നു. അങ്ങനെ വിയോഗ ദുഃഖത്തെ നൽകുന്ന തുച്ഛങ്ങളായിട്ടുള്ള ഈ വിഷയങ്ങളെയൊക്കെ എന്നിട്ട് അറിയാതെ അനുഭവിക്കുന്നു. ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ ദുഃഖം ഉറപ്പാണ്. അപ്പം നമ്മൾ തേടുന്ന സുഖം ഒക്കെ അനശ്വര സുഖമല്ല, എല്ലാം നശ്വര സുഖം. അതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നശ്വര സുഖങ്ങളുടെ പിന്നാലെ പോയി സുഖം അന്വേഷിച്ച് പോയി ചിലപ്പോൾ കുറച്ച് സുഖം കിട്ടും, അത് കഴിഞ്ഞ് ദുഃഖത്തിന് ഇടവരണത് വെച്ചാൽ നമുക്ക് ഈ പരമാത്മഭാവത്തെ അറിയാത്തോണ്ടാണെന്ന്. ഭഗവാന്റെ പരമാത്മഭാവത്തെ അറിയായികൊണ്ടാണ് നമ്മളെ പുത്രന്മാരും ഭാര്യയും ഗൃഹവും ഒക്കെ സ്വന്താന്നും സത്യാന്നും നിത്യാന്നും. ഇനിയിപ്പോൾ നിത്യവും സത്യം അല്ലാച്ചാലും ഭഗവാൻ ഇത് ഒക്കെ വെറുതെ കടന്നു പോണൊരു കാര്യമാണ്, ഇതൊന്നും സ്ഥിരമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെയാണ് അതിൻ്റെ പിന്നാലെ അതിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മളെല്ലാ സമയവും ചിലവഴിച്ച് അവസാനം ദുഃഖത്തെ കലാശിക്കുകയും ചെയ്യും. അത് അതിൻ്റെ ഒക്കെ കാരണം ഭഗവാനെ അറിയായ കൊണ്ടാണെന്ന് പറഞ്ഞാൽ എന്താ, ജ്ഞാനം ഉദിക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ തിരിയേണ്ടി വരുന്നത്. അതാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ തൽക്കാലം നിർത്താം. ത്വദജ്ഞാനാൽ സദായുക്തഃ പുത്രദാരഗൃഹാദിഷു രമന്തേ വിഷയാൻ സർവാനന്ദേ ദുഃഖപ്രദാൻ വിഭോ. ഇതൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അത് ഉൾക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എപ്പോഴെങ്കിലും പറ്റുമെന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അഭ്യാസേനതു കൗന്ദേയ, ഇങ്ങനെ നമ്മൾ ഭാഗവതത്തിലും രാമായണത്തിലും പറഞ്ഞിട്ടും കേട്ടിട്ടും വായിച്ചിട്ടും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പലരും അപ്ലൈ ചെയ്യണത് ജീവിതത്തിൽ അപ്ലൈ കണ്ടിട്ടും ഒക്കെ പതുക്കെ നമ്മളും അഭ്യസിച്ച് എന്തെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ജന്മത്തിൽ നമുക്കത് സാധിക്കും. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് യാത്ര തുടങ്ങിയെങ്കിലും ചെയ്തുല്ലോ എന്ന് സമാധാനിക്കും. ഏതായാലും ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.